കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ലൂക്കോസ് 2-ന്റെ 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികിൽ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ, ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജനനവും ജനനത്തോട് ബന്ധപ്പെട്ട കാര്യമാണല്ലോ ഇപ്പൊ ഇവിടെ ഈ വായന ഭാഗത്തുള്ളത്. ഇതിപ്പോ ക്രിസ്മസ് സീസണാണ്. ലോകമെങ്ങും എല്ലാവരും ക്രിസ്മസ് ആചരിക്കുന്ന ദിനങ്ങളാണ്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ തരം ആൾക്കാരും ക്രിസ്മസ് ഇപ്പോൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന ശരിയായിട്ടുള്ള ഡേറ്റ് നമുക്ക് ആർക്കും അറിയത്തില്ല. എന്നാൽ പറയപ്പെടുന്നത് റോമൻ എംപററായ കോൺസ്റ്റന്റൈൻ ആദ്യമായിട്ട് ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്ത ആളാണ്. അത് ഡിസംബർ 25 AD 336 സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് കരുതപ്പെടുന്നത്. ആ ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗബ്രിയേൽ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് മാർച്ച് 25 എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അതിനോടുകൂടി ഒരു 9 months കൂടെ നോക്കുമ്പോൾ അത് ഡിസംബർ 25. ആ ഒരു കണക്കും പ്രകാരമാണ് ഡിസംബർ 25 യേശുവിന്റെ ജനനം ആഘോഷിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ കർത്താവായ യേശു, നമ്മുടെ ദൈവപുത്രൻ, സൃഷ്ടാവായ ദൈവം ഒരു സൃഷ്ടിയായിട്ട് ഈ ലോകത്തിൽ, ഒരു മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ പിറന്ന ദിവസമാണ് നാം ഓർക്കുന്ന ഈ ദിനങ്ങൾ. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് ഈ ലോകത്തിൽ വന്ന് പിറന്നു. അപ്പോൾ ആ ദിവസത്തെ നമ്മൾ ഓർക്കുമ്പോൾ നാം അതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് ക്രിസ്മസ് ട്രീ ഉണ്ട്, ക്രിസ്മസ് ഫാദർ ഉണ്ട്, കാരോൾ സിംഗിങ് ഉണ്ട്, ക്രിസ്മസ് കേക്ക് ഉണ്ട്, എല്ലാവരും ഇതെല്ലാം നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ ആഘോഷിക്കും. എന്നാൽ എന്താണ് ക്രിസ്മസ്? ക്രിസ്മസിന്റെ ദിനങ്ങളിൽ നമ്മൾ ഓർക്കുന്ന ദിവസങ്ങളിൽ നാം പ്രധാനമായിട്ടും എന്താണ് ചിന്തിക്കേണ്ടത് എന്ന് ഈ വായിച്ച ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവിടെ 2-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്ത് 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആ കാലത്ത് ലോകമൊക്കെയും പേർവഴി ചാർത്തണം എന്ന് അഗസ്തോസ് കൈസറുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. അതായത് സെൻസസ് എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഡിഗ്രി അവിടെ പുറപ്പെടുവിച്ചപ്പോൾ അതിനെ അനുസരിച്ചുകൊണ്ട് ജോസഫും തന്റെ ഗർഭിണിയായ ഭാര്യയോടുകൂടി തന്റെ പട്ടണമായ ബേത്ലഹേമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ മറിയ ഗർഭിണിയാണ്. ആ സമയത്ത് മറിയയ്ക്ക് പ്രസവവേദന ഉണ്ടായി. മറിയ പ്രസവിച്ചു. കുഞ്ഞിനെ കിടത്തുവാൻ ഒരു ഇടമില്ലായ്ക കൊണ്ട്, സത്രത്തില് അവിടെ ഇടമില്ലായ്ക കൊണ്ട്, വഴിയമ്പലത്തിൽ ഇടം കിട്ടാഞ്ഞത് കൊണ്ട് കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തിയെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്ന് പിറന്നു. ആ ദൂത അറിയിക്കുന്ന ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ആദ്യം ഒരു ദൂതൻ ആ ജനനം അറിയിച്ചത് ആട്ടിടയന്മാരെ ആയിരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന് ജനിക്കുവാൻ ഇടമില്ലായിരുന്നു. വഴിയമ്പലത്തിൽ ഇടമില്ലാതെ അന്ന് പറയുന്നത് ആ സമയത്ത് അത് കേവ്സിലൊക്കെ ആയിരുന്നു. സാധാരണ വഴിയമ്പലമായിട്ട് കേവ്സ് ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ഇടമില്ലായകയാൽ പ്രസവത്തിന് ശേഷം കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കിടത്തി. ഈ പശുക്കൾക്കൊക്കെ ഫീഡ് കൊടുക്കുന്ന ട്രഫിൽ കിടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെ കിടത്തി. എന്നാൽ ഈ ജനനത്തെ അറിയിക്കുവാൻ യഹോവയായ ദൈവം ഒരു ദൂതനെ ഏർപ്പെടുത്തി. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ ദൂതൻ ആട്ടിടയന്മാരുടെ അടുക്കൽ വന്നു. ആട്ടിടയന്മാർ രാത്രി ആടുകളെ കാവൽ
കാവൽ നോക്കിക്കൊണ്ട് കിടക്കുകയാണ് യെരൂശലേമില്. അപ്പോൾ ഈ ആട്ടിടയന്മാരുടെ അടുക്കൽ ഈ ദൂതന്മാർ വന്ന് ആ വലിയ സന്ദേശം അവിടെ അറിയിക്കുന്നു. എന്ത് സന്ദേശമാണ് അറിയിക്കുന്നത്? അവിടെ പറയുന്നു, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൂതന്മാര്, ഈ ഒരു ദൂതൻ ആട്ടിടയന്മാരുടെ അടുക്കൽ വന്നപ്പോൾ ഈ കർത്താവിന്റെ തേജസ് ആട്ടിടയന്മാരുടെ ചുറ്റും വിളങ്ങി. ഈ തേജസ് കണ്ടുകൊണ്ട് ആട്ടിടയന്മാർ അവിടെ വളരെ ഭയന്നു. കാരണം ദൈവത്തിന്റെ തേജസ് കണ്ടാൽ പിന്നെ ജീവിച്ചിരിക്കുകയില്ല എന്ന പ്രമാണങ്ങൾ കാണുന്നുണ്ടെന്ന് ദൈവ ഓൾഡ് ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഭയപ്പെട്ട ദൂതന്മാർ, ഈ ആട്ടിടയന്മാരുടെ ദൂതൻ പറയുന്നു, ഭയപ്പെടേണ്ട എന്ന് ദൂതൻ അവിടെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ ഒരു ദൂതറിയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആട്ടിടയന്മാരോടും വിദ്വാൻമാരോടും വൈസ്മെനിനോടും ഈ ദൂതറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആട്ടിടയന്മാരോടാണ് ആദ്യം യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അറിയിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത്. അന്നത്തെ കാലത്ത് ഈ യെരൂശലേമില് യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങൾ നടക്കുമ്പോൾ ആ യാഗങ്ങൾ നടത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആടുകളെ ആട്ടിടയന്മാർ നോക്കിക്കൊണ്ടിരുന്നു ആ യെരൂശലേമില്. എന്നാൽ ഈ ആട്ടിടയന്മാർക്ക് സമൂഹത്തില് അന്നത്തെ ഓർത്തഡോക്സ് ജ്യൂസിന്റെ അടുക്കൽ അവർക്ക് യാതൊരു വിലയുമില്ലായിരുന്നു. കാരണം തീരെ ലോ ക്ലാസ് ആൾക്കാരാണ് ആട്ടിടയന്മാര്. അവർ നോക്കുമ്പോൾ അവിടെ പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സെർമോണിയൽ ലോസ് ഒന്നും അവർ ആചരിച്ചിരുന്നില്ല. വളരെയധികം സ്കില്ലൊന്നും ഇല്ലാത്ത ലോ ഇൻകമുള്ള ആളുകളാണ് ഈ ആട്ടിടയന്മാർ. എന്നാൽ അവരോട് കർത്താവിന്റെ ജനനത്തെ പറ്റി അറിയിക്കുവാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്. ഈ മറ്റുള്ളവരാൽ തിരസ്കരിക്കപ്പെട്ട ഈ ആട്ടിടയന്മാരോട് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സന്ദേശം അറിയിക്കുവാന്, ദൂതനിൽ കൂടി അറിയിക്കുവാന് ദൈവത്തിന് പ്രസാദം തോന്നി. അപ്പോൾ ഈ ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചു എന്നുള്ള ആദ്യ സന്ദേശം ലഭിക്കുന്നത് ഈ ആട്ടിടയന്മാരാണ്. ഈ ആട്ടിടയന്മാരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. നമ്മൾ നോക്കുമ്പോൾ വേണമെങ്കിൽ ഈ വലിയ ദൂത് അറിയിക്കുവാന് അവിടുത്തെ പ്രമാണികളെ ഏൽപ്പിക്കാമായിരുന്നു, രാജാക്കന്മാരെ ഏൽപ്പിക്കാമായിരുന്നു, ശാസ്ത്രിമാരെ, മഹാപുരോഹിതന്മാരെ എല്ലാം ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ ദൈവം അങ്ങനെ ഒന്നുമല്ല ചെയ്തത്. ദൈവം തീരെ മറ്റുള്ളവർ നിസ്സാരന്മാരായി കണ്ട ഈ ആട്ടിടയന്മാരെയാണ് ഈ ദൂത് അറിയിക്കുവാൻ ദൈവം ഏൽപ്പിച്ചത്. അതിനെപ്പറ്റി പൗലോസ് പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 1-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ദൈവം ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ഭോഷത്വമായിട്ടുള്ളത് തിരഞ്ഞെടുത്തു. ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ബലഹീനമായത് തിരഞ്ഞെടുത്തു. ദൈവം ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെയും ദൈവം തിരഞ്ഞെടുത്തു. കാരണം ഒരു ജഡവും ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതെ ഇരിക്കേണ്ടതിന് എന്ന്. അപ്പോൾ ഈ ശാസ്ത്രിമാരെ, പരീശന്മാരെയൊക്കെ, വലിയ ആൾക്കാരെ, ജ്ഞാനമുള്ളവരെ, ബലവാന്മാരെയൊക്കെ, ഉത്കൃഷ്ടരായിട്ടുള്ളവരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ അവരൊന്ന് ബോസ്റ്റ് ചെയ്തേനെ. ഞങ്ങളുടെ പ്രമാണത്തിലെ ഞങ്ങളുടെ അറിവ് കൊണ്ടാണ് ഈ സന്ദേശം ഇങ്ങനെ ദൈവപുത്രൻ വന്ന് ജനിക്കുമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഞങ്ങളോട് ഇത് പറയുന്നത്. അല്ലെങ്കിൽ ഈ സന്ദേശം ഞങ്ങളുടെ കരങ്ങളിൽ ആദ്യം തന്നത് ഞങ്ങൾ ഇതിനകത്ത് വലിയ സ്കോളേഴ്സ് ആയതുകൊണ്ടാണെന്നൊക്കെ അവരൊരു പക്ഷേ പറയുമായിരിക്കും. എന്നാൽ ഈ ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ദൂത് കേൾക്കുമ്പോൾ അവരെന്തോ പറയും? അവർ പറയോ, ദൈവമേ, ഇത്രയും വലിയ ദൂത് കേൾക്കുവാൻ ഞങ്ങൾ യോഗ്യരല്ലല്ലോ. കർത്താവേ, ഇത്രയും പോലെ അങ്ങ് ശിഷ്യതാവ്, അങ്ങ് ഒരു മനുഷ്യനായി ലോകത്തിൽ ജനിച്ചു എന്നുള്ള ഈ വലിയ മെസ്സേജ്, ഈ സുവിശേഷം ഞങ്ങളെ അറിയിക്കുവാൻ തക്കണം, അല്ലെങ്കിൽ ഈ സുവിശേഷം ആദ്യം ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ തക്കണം. ദൈവമേ, നിനക്ക് പ്രസാദം ആയല്ലോ, നിനക്ക് തോന്നിയല്ലോ എന്നോ ആയിരിക്കും ഈ പാവപ്പെട്ട ആട്ടിടയന്മാർ. കാരണം അവർക്ക് ബോസ്റ്റ് ചെയ്യുവാൻ അവർക്കൊന്നുമില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും മറ്റുള്ളവരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ആട്ടിടയന്മാരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ തന്നെ ദൈവം അവിടെ വൈസ്മെനിനെയും തിരഞ്ഞെടുക്കുന്നുണ്ട്.
അവർക്ക് നക്ഷത്രം കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ യേശുവിന്റെ ജനനത്തെ പറ്റി അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോഴും എല്ലാ നിലയിലും ഉള്ളവരെ ദൈവം ഒരുപോലെ ദൈവത്തിന്റെ ജനനത്തെ പറ്റി അറിയിക്കുന്നു. യേശുവിനെ പറ്റി ദൈവം എല്ലാ നിലയിലും ഉള്ളവരെ കർത്താവിനെ പറ്റി, യേശു തൻ്റെ പുത്രനായ യേശുവിനെ പറ്റി കേൾപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മൾ കർത്താവിൻ്റെ ജീനിയോളജി വംശാവലിയിൽ തന്നെ നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും നമുക്ക് ആ വംശാവലിയിൽ കാണുവാൻ കഴിയും. അവിടെ മഹാപുരുഷന്മാരെ കാണാൻ കഴിയും, രാജാക്കന്മാരെ കാണാൻ കഴിയും, ആട്ടിടയന്മാരെ കാണാൻ കഴിയും, പിന്നെ ന്യായാധിപന്മാരെ കാണുവാൻ കഴിയും. അതുപോലെയല്ല പലതരത്തിലുള്ള തീരെ താഴേക്കിടയിലുള്ള സ്ത്രീകളെ, പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള സ്ത്രീകളെ കാണാൻ കഴിയും. യഹൂദ വംശത്തിൽ അല്ലാത്ത മോവാബിയ വംശത്തിൽ നിന്ന് വന്ന സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ ഇങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരെ, നമുക്ക് പല ഗ്രേഡിലുള്ളവരെല്ലാം നമുക്ക് കർത്താവിൻ്റെ വംശാവലിയിൽ കാണാൻ കഴിയും. പുരുഷനെയും സ്ത്രീ എല്ലാവരെയും കാണാൻ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും, രാജാവാണെങ്കിലും പ്രോഫറ്റ് ആണെങ്കിലും ആരാണെങ്കിലും, പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും ആരാണെങ്കിലും യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ നിത്യരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ളൊരു ദൂതാണ് ഈ കർത്താവിൻ്റെ ജീനിയോളജിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കർത്താവ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ആൾക്കാരെയും, വലിയവരെയും ചെറിയവരെയും ഒരുപോലെ തന്നെ ജനനത്തെ പറ്റി അറിയിക്കുന്നതും അത് തന്നെയാണ്. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ നമുക്ക് രക്ഷ ഇല്ല എന്നുള്ളത് അറിയിക്കുവാനാണ്. അപ്പോൾ ഈ ദൂതന്റെ പ്രകാശം അവിടെ മേൽ ചുറ്റും മിന്നി, തേജസ് മിന്നിയപ്പോൾ അവർ ഭയപ്പെട്ടു. ഭയപ്പെടാൻ കാരണം അവിടെ പഴയ നിയമത്തിൽ അവരുടെ തോറായിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ തേജസ് കണ്ട് പിന്നെ ആരും ജീവിച്ചിരിക്കുകയില്ലെന്ന്. അപ്പോൾ അവർ ഭയപ്പെടുന്നവരായ ആട്ടിടയന്മാരോട് ആ ദൂതൻ പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, പ്രൊക്ലെയിം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. സർവ്വജനത്തിന്, യഹൂദന്മാർക്ക് വരുവാനുള്ള സന്തോഷം എന്ന് മാത്രമല്ല, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ് ഇവിടെ പറയുന്നത്. ലൂക്കോസ് തന്നെ ലേഖനത്തിൽ പലയിടത്തും ഈ മഹാസന്തോഷത്തെ പറ്റി പറയുന്നുണ്ട്. മഹാസന്തോഷം എന്ന് പറയുന്നത് അവിടെ ലൂക്കോസ് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വേർഡ് ചാറ എന്നാണ്. ആ വേർഡ് എപ്പോഴും സാൽവേഷനോട് ബന്ധപ്പെടുത്തിയ ഒരു വേർഡാണ്. സന്തോഷം എന്നുള്ളത് സാൽവേഷനോട് ബന്ധപ്പെടുത്തി ഉള്ള ഒരു വേർഡാണ്. അപ്പോൾ ആ മഹാസന്തോഷം അറിയിക്കുവാനാണ് ഈ ദൂതൻ ആട്ടിടയർക്ക് പ്രത്യക്ഷപ്പെട്ടത്. എന്താണ് മഹാസന്തോഷം? നമുക്ക് എല്ലാവർക്കും ആ മഹാസന്തോഷം വരുവാനുള്ള റീസൺ അടുത്തതായിട്ട് പറയുന്നു. അവിടെ പറയുന്നത്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അവിടെ പറയുന്നു അവർക്ക് മഹാസന്തോഷം, ഇത് കേൾക്കുന്നവർക്ക് മഹാസന്തോഷം ഉണ്ടാകുവാനുള്ള കാരണം കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അതാണ് മഹാസന്തോഷത്തിനുള്ള കാരണം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്നുള്ള ആ മഹാസന്തോഷം. ആ മഹാസന്തോഷം അവിടെ അറിയിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, but the angel said to them, do not be afraid, I bring you good news that will cause great joy for all the people. Today in the town of David a Savior has been born to you. He is the Messiah, the Lord. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ഈ ദൂതന് ഈ ആട്ടിടയന്മാരോട് ഈ ദൂത് പറയുവാണ്. അപ്പോൾ അവരെന്തായിരിക്കും ചിന്തിച്ചത്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ദൂതന്മാർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി കാണും. സേവ്യർ, രക്ഷിതാവ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ പ്രമാണത്തില് സേവ്യർ എന്നുള്ള അർത്ഥമുള്ള വാക്ക് യേശുവ എന്നാണ്. അവിടെ യേശുവ എന്നുള്ള വാക്ക്, അതായത് സേവ്, റെസ്ക്യൂ അല്ലെങ്കിൽ ഡെലിവർ എന്നുള്ളൊരു വാക്കാണ്. അപ്പൊ സേവിയർ, രക്ഷിതാവ് ഉദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് ദൈവജനത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കല് അവിടെ ദൂതൻ ജോസഫിനോട് പറയുന്നുണ്ട്, അവൻ ജനങ്ങളെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വന്നതുകൊണ്ട് യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് കൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറയും. അപ്പോൾ ഇവിടെ പറയുവാണ്, യേശുവ വിടിവിക്കുന്നവന്റെ ജനനമാണ് അവിടെ അറിയിക്കുന്നത്. നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നവന്റെ ജനനമാണ് ഇവിടെ അറിയിക്കുന്നതെന്ന് ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞു. അവരുടെ പാപങ്ങളിൽ നിന്ന് യേശുവിന് പേരിടണമെന്ന് തന്നെ ദൂതൻ പറഞ്ഞതാണ്.
അതുതന്നെയല്ല, കർത്താവായ യേശു ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് തന്നെ പറയുന്നുണ്ട്, അവിടെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രനെ അധികാരമുണ്ട്. അപ്പോൾ ദൂതന്മാർ വന്ന് രക്ഷിതാവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് രക്ഷിതാവാണ്, ഇത് ദൈവപുത്രനാണ് എന്ന് അവർക്ക് ആ സത്യം അവർക്ക് മനസ്സിലായി. പിന്നെ അവരോട് പറയുന്നു, ക്രിസ്തു എന്ന രക്ഷിതാവ്, ക്രിസ്തു, അതായത് ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ക്രിസ്റ്റോസ് എന്നുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ക്രൈസ്റ്റ് വന്നിരിക്കുന്നത്. ക്രിസ്റ്റോസ് എന്ന് പറഞ്ഞാലും അനോയിന്റഡ് വൺ, അത് ആര് അനോയിന്റഡ് ആയിട്ടുള്ള ആ ക്രിസ്റ്റോസ് എന്നുള്ള ഹീബ്രു പദം തീർച്ചയായിട്ടും അവർക്ക് എബ്രായ ഭാഷ അറിയാമല്ലോ. എബ്രായ വേർഡ് എന്ന് പറഞ്ഞാൽ മെസ്സയ്യ എന്നാണ്, മെസ്സയ്യ. അപ്പോൾ അവരോട് ഈ ദൂതൻ പറയുവാണ്, ക്രിസ്റ്റോസ് അല്ലെങ്കിൽ മെസ്സയ്യ ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്കറിയാം ഇത് ദൈവം തന്നെയാണെന്ന് അറിയാം, അഭിഷക്തനാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സേവ്യർ മാത്രമല്ല, ഒരു അഭിഷക്തൻ, ദൈവം തന്നെ, അനോയിന്റഡ് വൺ, ക്രിസ്റ്റോസ് അല്ലെന്നുണ്ടെങ്കിൽ മെസ്സയ്യ ജനിച്ചിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലായി. യേശുക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരൂ, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാ പ്രവചകൻ യേശുക്രിസ്തു ജനിക്കുന്നതിന് ഒരു 700 വർഷം മുമ്പ് പ്രവചിച്ചതാണ്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കണമെന്ന്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് മത്തായി തന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നുള്ള പേർ വിളിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കർത്താവ്, ഈ ക്രിസ്തു ഈ ഭൂമിയിൽ, അതായത് അനോയിന്റഡ് വൺ, മെസ്സയ്യ തന്നെയാണ്. ദൂതൻ പറയുകയാണ് ഇപ്പോൾ വന്ന് പിറന്നത് എന്ന് ഈ ആട്ടിടയന്മാരോട് അവിടെ പറയുന്നു. അപ്പൊ മെസ്സയ്യ എന്ന് പറയുമ്പോൾ, അവിടെ അഭിഷക്തൻ എന്ന് പറയുമ്പോൾ, എപ്പോഴും നമ്മളോട് കൂടിയിരിക്കുന്നവെന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളോട് കൂടിയിരിക്കുന്ന ദൈവമാണ് നമ്മളോട് കൂടിയിരിക്കുന്നത്. ആ ദൈവം യേശുവായിട്ട് ഈ ഭൂമിയിൽ നടന്നു, നമ്മോട് കൂടെ ഉണ്ടായിരുന്നു, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ നമ്മോട് കൂടെ ഈ കർത്താവ് ആയിരിക്കുന്നു. അപ്പോൾ യേശു കാണിച്ച അഭിഷക്തൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അത് കർത്താവിനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുമ്പോൾ കർത്താവോട് പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് എബ്രായ ലേഖനത്തിൽ യേശുവിന്റെ നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്. അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും എന്ന് പറയുന്നുണ്ട്. അതായത് ആ ദൈവത്തിന്റെ ആ നേച്ചർ തന്നെയായിരുന്നു, ആ ക്യാരക്ടർ തന്നെയായിരുന്നു യേശുവിനെ. അതിനെപ്പറ്റി എബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ തന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമാണെന്ന് പറയുന്നു. അതായത് ദ സൺ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് ബീയിങ്. വേറെടുത്ത് പറയുന്നു ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഹിസ് നേച്ചർ. വേറെടുത്ത് പറയുന്നു ദ വെരി സ്റ്റാമ്പ് ഓഫ് ഹിസ് നേച്ചർ. അപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ ജനിച്ചിരിക്കുകയാണ്. അപ്പോൾ സേവ്യർ മാത്രമല്ല, ഇത് മെസ്സയ്യയാണെന്നും കൂടെ ആ ദൂതൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് തന്നെയല്ല ആട്ടിടയന്മാരോട് കർത്താവായ ക്രിസ്തു എന്ന രക്ഷകൻ, കർത്താവ്, ലോഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ദൂതൻ പറഞ്ഞു കാണും. ലോഡ് എന്ന് പറയുമ്പോൾ ഗ്രീക്കിൽ പറഞ്ഞ ക്യൂരിയോസ് എന്നാണ് പറയുന്നത്. ക്യൂരിയോസ് എന്ന് പറയുമ്പോൾ നാഥൻ. അതിന് ക്യൂരിയോസ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട്. അത് മാസ്റ്റർ എന്നുള്ള അർത്ഥമുണ്ട്, സർ എന്നുള്ള അർത്ഥമുണ്ട്, ഓണർ എന്നുള്ള അർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ കാണിക്കുന്നത് അവർ എബ്രായ ഭാഷ, ഇത്രയും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർക്ക് എബ്രായ ഭാഷ അറിയാവുന്നതാണല്ലോ. അത് ക്യൂരിയോസ് എന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിൽ യഹോവ തന്നെയാണ്, യഹോവ തന്നെയാണ്. അപ്പോൾ ആ ദൂതൻ അവരോട് എന്ത് ദൂതാണ് അറിയിച്ചത്? കർത്താവായ ലോഡ്, കർത്താവായ
ക്രിസ്തു എന്ന് അഭിഷക്തൻ, ക്രിസ്തു എന്ന് രക്ഷിതാവ് ഇന്ന് ഭൂമിയിൽ നിങ്ങൾക്കായിട്ട് ജനിച്ചിരിക്കുന്നുവെന്ന സദ്വർത്തമാനമാണ് ദൂതൻ അവരോട് പറഞ്ഞത്. സദ്വർത്തമാനം അവരോട് ദൂതൻ അവിടെ പറഞ്ഞു. അപ്പോൾ രക്ഷിതാവ് ഈ ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി, നമ്മളോടുകൂടെ എപ്പോഴും ഇരിക്കുവാൻ തക്കവണ്ണം, നമ്മളോടുകൂടെ എപ്പോഴും വസിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം തന്നെ ഈ മനുഷ്യനായ ഭൂമിയിൽ ജനിച്ചു എന്നുള്ള വാർത്ത അവരെ അറിയിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്തു ആട്ടിടയന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ ആടുകളെ നോക്കിയിരിക്കുന്നവരാണ്. അപ്പോൾ ഈ വലിയ ഇടയനായ ദൈവത്തെ പറ്റിയുള്ള ദൂത് അവരെ അയച്ചു. അതല്ല, ആടുകളെന്ന് പറയുന്ന യെരൂശലേം ടെമ്പിളിലെ യാഗങ്ങൾ കഴിക്കുവാൻ വേണ്ടി സൂക്ഷിച്ചിരുന്ന ആടുകളെ നോക്കിയിരുന്ന ആട്ടിടയന്മാർ. അന്ന് അവരുടെ എന്ത് ദൂതാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്ന വലിയ ഇടയനായ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ യാഗമായി തീരുവാൻ പോകുന്ന ആ കുഞ്ഞാടിൻ്റെ വരവിന്, വലിയ ഇടയനായ നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ പോകുന്ന ആ കുഞ്ഞാടിൻ്റെ ആ വരവിനെ പറ്റിയുള്ള സന്ദേശം ഈ ആട്ടിടയന്മാർക്ക് അവർക്ക് ലഭിക്കുവാൻ ഇടയായി. അപ്പോൾ അവിടെ ആട്ടിടയന്മാർ അവർക്ക് ആ ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാരെ ഈ ദൂതനോട് ചേർന്ന് അവിടെ ഒരു പാട്ട് പാടി. സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാർ വന്ന് ഈ ദൂതനോട് ചേർന്ന് ഒരു പാട്ട് പാടി. അന്നത്തെ കാലത്തെ ഒരു ആൺകുട്ടി ഒരു ഭവനത്തിൽ ജനിക്കുമ്പോൾ അവിടെ ലോക്കലായിട്ടുള്ള അവിടെ ഉള്ള ആൾക്കാർ ആ ഭവനത്തിൽ വന്ന് പാട്ട് പാടുമായിരുന്നു. ഒരു ആൺകുട്ടി ജനിക്കുമ്പോൾ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം, യേശുകുഞ്ഞിനെ സംബന്ധിച്ച്, യേശുകുഞ്ഞ് വന്ന് പിറന്നപ്പോൾ ഒരു ഭവനമോ യാതൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ആരിറങ്ങി വന്നു? സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി വരികയാണ് ചെയ്തത്. സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഭൂമിയിൽ വന്ന യേശുവിനെ ജനനത്തെ ആഘോഷിക്കണം. സ്വർഗത്തിൽ നിന്ന് തന്നെ ദൂതന്മാര് ഇറങ്ങി വന്ന് അവിടെ പാട്ട് പാടുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത്, പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ചു. എന്താണ് പുകഴ്ത്തി പാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ മഹത്വം. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം നമ്മളെ പാപത്തിൽ നിന്ന് പിടിക്കുവാൻ വേണ്ടി, നമ്മുടെ സാൽവേഷന് വേണ്ടി ആയിരുന്നെങ്കിൽ, സാൽവേഷന്റെ ഏറ്റവും വലിയ പർപ്പസ് എന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം സ്വർഗത്തിന് മഹത്വം. അപ്പോൾ തന്നെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നാണ്. ഭൂമിയിൽ ദൈവപ്രസാദം, അതാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നവർക്ക്. ആർക്കാണ് ദൈവത്തിന്റെ പ്രസാദം ലഭിക്കുന്നത്? ദൈവത്തോട് സമാധാനപ്പെട്ടവർക്ക്. ആ രക്ഷകനും ആ സേവ്യറും ആ ക്രൈസ്റ്റും ആ ലോർഡ് രക്ഷകനും ക്രിസ്തു നാഥനുമായ യേശുവിനെ അക്സെപ്റ്റ് ചെയ്തവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം ആർക്ക്? സ്വർഗത്തിന് മഹത്വം കരുതുന്നതോടൊപ്പം തന്നെ ആ യേശുക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക്, ആ സന്ദേശം റിസീവ് ചെയ്യുന്നവർക്ക് ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചവർക്ക് സമാധാനമാണ്. ദൈവത്തോട് സമാധാനപ്പെട്ടവർക്ക് ഈ ഭൂമിയിൽ സമാധാനം ലഭിക്കുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ സന്ദേശം ലഭിക്കുന്നവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. അപ്പോൾ ഈ സന്ദേശം ഉൾക്കൊണ്ടവർക്ക്, ഈ സന്ദേശം എടുത്ത് ആ കർത്താവിന്റെ നാഥനും സേവ്യറും ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർക്കാണ് സമാധാനം. സമാധാനം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുമ്പോൾ പ്രോസ്പെരിറ്റി, സെക്യൂരിറ്റി, വെൽബീങ്, കംപ്ലീറ്റ്നെസ്, ഇതൊക്കെയാണ് സമാധാനം എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ സമാധാനം ഉണ്ടാകുന്നു. അപ്പോൾ തന്നെ സ്വർഗത്തിൽ അത് മഹത്വം കരയേറ്റുന്നതായിട്ട് തീരും. അത് തന്നെയാണ് നമുക്ക് ലൂക്കോസ് എഴുതിയിട്ടുണ്ട്. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന്. ഒരു പാപി രക്ഷിക്കപ്പെടുമ്പോൾ അധികം സന്തോഷം, സ്വർഗമാണ് സന്തോഷിക്കുന്നത്. 99 പേര് നീതിമാന്മാരാണ്. അവരുടെ നീതിപ്രവർത്തികളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും കർത്താവ് അതിലധികം സന്തോഷിക്കുന്നത് ഒരു വ്യക്തി മാനസാന്തരപ്പെടുമ്പോൾ. 99 നീതിമാന്മാരെ കാട്ടില്ല മാനസാന്തരത്തിന് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കാട്ടിലും
മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്നാണ് ദൈവവചനത്തിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വർഗത്തില് മഹത്വം ആണ് യേശു ക്രിസ്തുവിന്റെ ജനം. അപ്പോൾ തന്നെ ഭൂമിയിൽ ആ യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് മഹാസമാധാനം എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ദൂതന്മാർ ഈ പാട്ട് സംഘത്തോട് ചേർന്ന് പാടി. ദൂതനോട് ചേർന്ന് ഈ സംഘം ഈ സ്വർഗീയ ഗാനം പാടി. ആ ഗാനം പാടി, ആ സ്വർഗീയ ഗാനം കേൾക്കുവാന് ഈ ആട്ടിടയന്മാർക്ക് ഭാഗ്യം ലഭിച്ചു. ആ സ്വർഗീയ ഗാനം കേട്ടിട്ട് ആട്ടിടയന്മാർ എന്ത് ചെയ്തു? അവിടെ എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 2:15 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൂതന്മാർ അവരെ വിട്ട് സ്വർഗത്തിൽ പോയ ശേഷം ഇടയന്മാർ നാം ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മളോട് അറിയിച്ച ഈ സംഭവം കാണണമെന്ന് തമ്മിൽ പറഞ്ഞു. അവർ ബന്ധപ്പെട്ട് ചെന്നു. മറിയയെയും യോസഫിനെയും പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടു. ഈ ദൂത അവർ കേട്ടിട്ട് അവരെന്തു ചെയ്തു? ബന്ധപ്പെട്ട് അവർ പോയി. അവർ ബേത്ലഹേമിലോട്ട് പോയി. ബേത്ലഹേം വരെ ചെന്ന് കാണണം എന്ന് അവർ തീരുമാനിച്ചു. അപ്പൊ യെരുശലേമും ബേത്ലഹേമും തമ്മിൽ ഏതാണ്ട് 5 മൈൽ നടക്കണം അവർക്ക്. ഈ 5 മൈൽ സഞ്ചരിച്ച ശേഷമാണ് അവർ ബേത്ലഹേമിലേക്ക് ചെന്നത്. അവർ ബന്ധപ്പെട്ട് ചെന്നു എന്ന് എഴുതിയിരിക്കുന്നു. അവർ ഈ സന്ദേശം കേട്ടപ്പോൾ നമുക്കവിടെ യേശുവിനെ കാണുവാൻ വേണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടു. ഈ സന്ദേശം വേറൊരു കൂട്ടർക്ക് ലഭിച്ചിരിക്കുന്നു. വിദ്വാൻമാർക്ക് ഈ സന്ദേശം ലഭിച്ചപ്പോൾ അവർ കൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് ഈ സന്ദേശം അവിടെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ രാജാവ് അവരോട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഞങ്ങൾ യഹൂദന്മാരുടെ രാജാവായി പിറന്നവന്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു എന്ന്, ആ പിറന്നവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ രാജാവ് അവിടുത്തെ ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ വിളിച്ച് എവിടെയാണ് ഇത് എഴുതിയിരിക്കുന്നത് ചോദിച്ചു. അവർക്ക് നന്നായിട്ട് കാര്യങ്ങൾ അറിയാം. അവർ പറയുന്നുണ്ട് ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നതെന്ന്. മീഖ 5:2 അത് പറയുന്നുണ്ട്, ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത്. കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ആ നക്ഷത്രം ഞങ്ങൾ കണ്ടു എന്ന് വിദ്വാൻമാർ പറഞ്ഞപ്പോൾ ഈ ശാസ്ത്രിമാർക്കോ അല്ലെങ്കിൽ ഈ ദൈവവചനം അറിയാവുന്നവർക്കൊന്നും അത് ചെന്ന് കാണണമെന്നുള്ള അവർക്ക് ആശയില്ലായിരുന്നു. അവരത് ബന്ധപ്പെട്ട് യേശുവിനെ കാണണം, ഞങ്ങൾക്കും കാണണമെന്ന് പറഞ്ഞ് ഈ ദൈവവചനം പഠിച്ചു വെച്ച് അരച്ചു കുടിച്ച് പഠിച്ചവർക്കൊന്നും അവർക്ക് അവരത് ഏറ്റെടുത്തില്ല. എന്നാൽ ഈ പാവപ്പെട്ട ആട്ടിടയന്മാർ അത് ഏറ്റെടുത്തു. അവർ ബന്ധപ്പെട്ട് ഓടിച്ചെന്നും അവർ യേശുവിനെ അവന്റെ അപ്പനായ ജോസഫിനെയും മറിയയും കൂട്ടി കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്ക് അറിയിച്ചു. കേട്ടവരെല്ലാവരും ഇടയന്മാർ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. തങ്ങളോട് ദൂതന്മാർ പറഞ്ഞ വാക്ക് എന്താ? വാക്ക് പറഞ്ഞ യേശു ആരാണ്? നാഥനാണ്, ക്രിസ്തുവാണ്, രക്ഷകനാണ് എന്നുള്ള വലിയ ദൂത് തങ്ങളെ അറിയിച്ചത് യേശുവിനോടും യേശുവിൻ്റെ അമ്മയായ മറിയോടും യോസഫിനോടും അവിടെ ഉള്ളവരോടെല്ലാം ഈ വലിയ സുവിശേഷം ഈ ആട്ടിടയന്മാരെ അവരെ അറിയിച്ചു. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് വർത്തമാനം കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. എന്നാലും മറിയ ഈ വാർത്തയൊക്കെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരുന്നു. മറിയ ഇത് കേട്ടപ്പോൾ ഈ വാർത്തയൊക്കെയും നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട ഈ കുഞ്ഞ് രക്ഷകനാണ്, മശിയാണ്, കർത്താവാണ് എന്നുള്ള വലിയ വാക്കുണ്ട്. അവിടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി അവിടെ ദൂതന് മറിയോട് പറയുന്നുണ്ട്, നിന്നെ പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ചു, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ അത്യുന്നതന്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം അവൾ സമ്മതിച്ചു. അവളെല്ലാം കേട്ടു, അവളത് ഏറ്റെടുത്തു. അവൾ പറയുന്നുണ്ട്, ഇതാ നിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതവൾ ഏറ്റെടുത്തു, വിശ്വാസത്തിൽ അവൾ ഏറ്റെടുത്തു. അതിനുശേഷം അവൾക്ക് ആദ്യമായിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുന്നത് എലിസബത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ്. യോഹന്നാൻ സ്നാപകനായ എലിസബത്തിന്റെ അടുത്ത് ചെന്നു. അവരും ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് മറിയ ചെല്ലുന്നുണ്ട്. മറിയ ചെല്ലുമ്പോൾ മറിയെ നോക്കിക്കൊണ്ട് എലിസബത്ത് അവിടെ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അവിടെ. അത് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് 43-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം
എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് കൺഫർമേഷൻ കിട്ടി, ശരിയാണ്, ഈ ദൈവപുത്രൻ തന്നെയാണ് ഉദരത്തിൽ കിടക്കുന്നതെന്ന്. അപ്പോൾ അവളൊരു പാട്ട് പാടുന്നുണ്ട്. അവിടെ പാടുന്നത്, ഇന്ന് മുതലും എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്നെ വാഴ്ത്തുന്നു. അപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഒരു കൺഫർമേഷൻ കിട്ടി എലിസബത്തിൽ കൂടി. എന്നാൽ ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ആട്ടിടയന്മാരിൽ കൂടി അവൾക്കൊരു കൺഫർമേഷൻ അവിടെ കിട്ടുകയാണ്. ഈ രക്ഷകനാണ്, മെസ്സിയാണ്, ദൈവമാണ് എന്നുള്ളൊരു കൺഫർമേഷൻ അവിടെ കിട്ടി. ഇതെല്ലാം മറിയ അവിടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ നോക്കണം, ഈ ഏഞ്ചൽസിന് അല്ലെ, ഈ ഷെപ്പേർഡ്സിന്, ആട്ടിടയന്മാർക്ക് എവിടുന്ന് ദൂത് കിട്ടി? ആട്ടിടയന്മാർക്ക് ഈ ദൂത് കിട്ടിയത് ദൂതനിൽ നിന്നാണ് ഈ ദൂത് കിട്ടിയത്. നമുക്ക് എവിടുന്നാണ് ദൂത് കിട്ടുന്നത്? നമുക്ക് ദൈവവചനത്തിൽ നിന്നാണ് ഈ ദൂത് കിട്ടിയത്. ആട്ടിടയന്മാർക്ക് ഈ ദൂത് കിട്ടിയപ്പോൾ ആ ദൂത് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അവർ ഓടിപ്പോയി കുഞ്ഞിനെ കണ്ട ശേഷം ഈ ദൂത് എല്ലാവരെയും ആ ദൂതിനെ കേട്ടത് അത് അവർ വിശ്വസിച്ചു, അതിനെ അവർ ഏറ്റെടുത്തു. ഏറ്റെടുക്കുകയും മാത്രമല്ല, അവരെല്ലാവരോടും ഈ ദൂത പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ക്രിസ്മസ് ആചരിക്കുന്നവരാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം ഈ ക്രിസ്മസ് സമയം, ഞാൻ ഈ പറഞ്ഞു തന്നെ, നമ്മൾ എത്രയോ നാളുകളായി, വർഷങ്ങളായി നമ്മൾ കേൾക്കുന്ന വചനമാണ്. എന്നാൽ നമ്മളിത് കേട്ട് നമ്മളിത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഈ ഷെപ്പേർഡ്സിൻ്റെ, ഈ ആട്ടിടയന്മാരുടെ ആ വിശ്വാസം, അവരുടെ ഒബീഡിയൻസ്, അത് നമുക്ക് അവിടെ ഹ്യൂമിലിറ്റി, ഇതെല്ലാം പ്രിയപ്പെട്ടവരുടെ നമ്മുടെ ജീവിതം, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഇൻവോൾവ് ആയ കാര്യങ്ങളാണ്. ആട്ടിടയൻ്റെ സ്വഭാവം. അതുപോലെ മറിയ പറഞ്ഞു, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എല്ലാം ഭവിക്കട്ടെ എന്ന്. അവൾ ഈ പറഞ്ഞതെല്ലാം അവരുടെ ഹൃദയത്തിൽ അവൾ സംഗ്രഹിച്ചു. ആ സംഗ്രഹിക്കുക മാത്രമല്ല, അവരുടെ ഹൃദയത്തിൽ അതിന് തക്ക രൂപാന്തരമൊക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. ആ യേശു കുഞ്ഞിനെ അവൾ വളർത്തി കൊണ്ടുവരുന്നതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ കഴിയുമല്ല. അപ്പോൾ നമ്മൾ ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സംഗ്രഹിക്കുന്നവരായി തീരണം. ഈ സന്ദേശങ്ങൾ, ഈ ക്രിസ്മസ് സന്ദേശങ്ങളൊക്കെ അനേകം ഈ നാടുകളിൽ ഘോഷിക്കപ്പെടുന്ന ഈ അവസരത്തിൽ നമ്മളെല്ലാവരും ഈ സന്ദേശം പലയിടത്തും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്ന താഴ്മ, ഇവർക്കുണ്ടായിരുന്ന അനുസരണം, ആ ദൈവവചനം ഏറ്റെടുക്കുന്ന സ്വഭാവം, ആ ഏറ്റെടുത്ത ദൈവവചന ഹൃദയത്തിൽ പ്രവർത്തിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കൺവേ ചെയ്യുന്ന സ്വഭാവമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കണം. യേശു ദൈവത്തിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപത്തിൽ ലോകത്തിൽ വന്ന് പിറന്നു. നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ വിടിയിക്കുവാൻ വേണ്ടി രക്ഷകനായി പിറന്നു. നമ്മുടെ നാഥനായി, നമ്മുടെ കർത്താവുമായിട്ട് ഈ ലോകത്തിലേക്ക് വന്ന് പിറന്നു. എന്നാൽ നമ്മുടെ കർത്താവിനെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടോ? നമ്മളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. യേശു കുഞ്ഞിനെ പ്രസവിക്കുവാൻ അവർക്ക് ഇടമില്ലായികയാലെന്ന ഇന്നും കർത്താവ് അന്വേഷിക്കുകയാണ്. എനിക്ക് ജനിക്കുവാനുള്ള ഹൃദയം ഉണ്ടോ? എനിക്ക് ജനിക്കുവാൻ ഒരിടമുണ്ടോ? എനിക്ക് ജനിക്കുവാൻ ഇനി എത്ര ഇടമുണ്ട് എന്ന് കർത്താവിനെ നോക്കി നടക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈ വചനം കേൾക്കുന്ന ആരുടെയെങ്കിലും ഹൃദയങ്ങൾ നമ്മുടെ കർത്താവ് ജനിച്ചിട്ടില്ല എങ്കിൽ, പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി നമുക്ക് തുറന്നു കൊടുക്കാം. നമ്മുടെ ഹൃദയത്തിൽ ഈ ലോകത്തിൻ്റെ അധിപതിയായ ദൈവം, യാതൊരു പരിമിതിയുമില്ലാത്ത ദൈവം, പരിമിതിയുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഗുരുവായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന്, എന്നാൽ ഇല്ലാത്ത ദൈവം പരിമിതിയുള്ള നമ്മുടെ ഹൃദയത്തിലും വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസ് സമയത്ത് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ഈ ക്രിസ്മസ് കാര്യം, ഈ യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ഉൾപ്പെട്ടവരെ എല്ലാവരും കർത്താവിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ആ ദൂത് മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്ത വ്യക്തികളാണ്. നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം, നാം അങ്ങനെയാണോ ചെയ്യുന്നത്? അങ്ങനെയെങ്കിൽ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം, നമ്മുടെ ക്രിസ്മസ് ആഘോഷം അത് വ്യർത്ഥമായി തീരുകയില്ല. അത് നമുക്ക് അനുഗ്രഹകരമായി തീരും, അത് മറ്റുള്ളവർക്കും അനുഗ്രഹകരമായി തീരും. ഈ വിധങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുത്തെ ജനനത്തെ പറ്റി ഞങ്ങൾക്കൊരു പ്രാവശ്യം കൂടെ ഓർക്കുവാൻ കർത്താവെ അവിടെ നൽകി തന്ന സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്. കർത്താവ് വാസ്തവമായിട്ട് ഞങ്ങളുടെ ഉള്ളത്തിൽ ജനിച്ചിട്ടുണ്ട്. അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു താഴ്മ, ഒരു വിനയം, ഒരു അനുസരണം, വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്. ഈ ജനിച്ച യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി ഞങ്ങൾ തീർന്നിട്ടുണ്ട് എന്ന് ഞങ്ങളെ തന്നെ ക്രിസ്മസ് കാലയളവിൽ ഞങ്ങളോട് തന്നെ ചോദിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിഷ് യു ഓൾ എ ഹാപ്പി ക്രിസ്മസ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം.